ഗ്രാമീണ കലകളും ആചാരങ്ങളും അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കർക്കിടക മാസത്തിലെ വേടൻ എന്ന പാരമ്പര്യ കാഴ്ച വീണ്ടും കല്യാട് പ്രദേശത്തെ വീടുകളിലെത്തിക്കാൻ മുന്നിട്ടിറങ്ങിയത് വിനോദ് പണിക്കറാണ്. നഷ്ടപ്പെട്ടു പോകുന്ന നാടൻ പൈതൃകത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ പഴയ തലമുറയുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഓർമ്മകളെ വീണ്ടും ഉണർത്താനുമുള്ള ഈ ശ്രമം അഭിനന്ദാർഹമാണ്. പഴമയുടെ മണവും ഗ്രാമത്തിൻ്റെ ആത്മാവും നിറഞ്ഞ ആ മനോഹരമായ വേടൻ്റെ കാഴ്ചകളിലേക്ക് പോയി വരാം. ഈ ഒരു കാലഘട്ടങ്ങളിൽ വേടൻ എന്നൊരു കലാരൂപത്തിനെ ആർക്കും അറിയാതൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വിനോദേട്ടൻ എപ്പോഴും എല്ലാ കൊല്ലങ്ങളിലും ഈ കർക്കിടക മാസത്തിൽ ഈ കല്യാട് പ്രദേശങ്ങളിൽ എല്ലാ വീടുകളിലും കയറി വേടന്റെ ദർശനം കൊടുക്കാറുണ്ട്. എന്താണ് ഇത്രയും കാലത്തെ ഒരു ഇതിൽ വെച്ചിട്ട് വേടൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയൊരു ഇത് തന്നെയാണ്. എന്താണ് അതിനൊരു ഐതിഹ്യം? ഈ വേടൻ എന്ന് പറഞ്ഞാൽ മഹാദേവനാണ്, എന്ന് പറഞ്ഞാൽ പരമശിവനാണ്. അപ്പോൾ നമ്മുടെ അപ്പൻ ഇല്ലേ പാരമ്പര്യം നമ്മൾ കൊണ്ടാടുന്നു. അപ്പോൾ കല്യാട് എന്ന് പറഞ്ഞാൽ അഹല്യക്ക് മോഷം കൊടുത്തതാണ്. ശ്രീരാമൻ്റെ പാദപ്രശ്നമേറ്റ രാജ്യമാണ് കല്യാട്. അപ്പോൾ അപ്പൻ്റെ ആ തായ് വഴിയായിട്ട് നമ്മളിത് കൊണ്ടു നടക്കലാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഈ വേടൻ്റെ കഥ എന്ന് പറഞ്ഞാൽ കൗരവരും പാണ്ഡവരും തമ്മിലൊരു വിദ്വേഷമുണ്ട്, വൈര്യം. അങ്ങനെ കൗരവരും പാണ്ഡവന്മാരെ ചൂതുകളിൽ കള്ളച്ചൂതിൽ തോൽപ്പിച്ചു. 14 വർഷം വനവാസത്തിന് അയച്ചു. അപ്പോൾ വില്ലാളി വീരനായ അർജുനനുണ്ട്. ഈ അർജുനൻ പാശുപതാസ്ത്രം കിട്ടണം. ഈ പാശുപതാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് സാക്ഷാൽ മഹാദേവനെ തപസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേടയുദ്ധ കഥത്തിൽ ഒന്ന് പന്നിയായ മൂകാസുരന് അതിനെ വധിക്കലാണ്, ഒന്ന് വില്ലാളി വീരനായ അർജുനന് പാശുപതാസ്ത്രം കൊടുക്കലാണ്. അതിനാണ് വേടാകുറുവാനി 14 തിരുമകനെ അംഗപുത്രനഴുകിയ തിരുനെറ്റിക്കും ഇതിൻ്റെ രൂപവർണ്ണ കൊന്തംകുടി മുക്കും കൂരമ്പും കൊലിച്ചാവിലും അഞ്ചയിലാകലുന്ന വേടൻ ഞാൻ. അപ്പോൾ ഓരോ ദേശത്തും ഓരോ ബൗണ്ടറി ഉണ്ട്. അപ്പോൾ വില്ലാളി വീരനായ അർജുനൻ്റെ ഒരു ബൗണ്ടറിയും കാട്ടാള വേഷമാണ് ഈ മഹാദേവൻ എടുത്തിന്. അപ്പോൾ ഈ പന്നീനെ അമ്പ് ചെയ്തു. അപ്പോൾ അത് അർജുനൻ്റെ അടുക്കളത്തിലെത്തി, തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അർജുനൻ പറഞ്ഞത് എൻ്റെതാണ്, അപ്പോൾ കാട്ടാളൻ പറഞ്ഞത് എൻ്റെതാണ്. ഇവർ തമ്മിൽ യുദ്ധമായി. അപ്പോൾ യുദ്ധം തണ്ട കൊണ്ടല്ലോ യുദ്ധങ്ങൾ ചെയ്തു അർജുനൻ. ചുരിക വലിച്ചിട്ട് തിരുമാറോട് നടക്കുന്ന നേരം കാലയെ വാരിട്ട് മേൽപോട്ട് എറിഞ്ഞു വിട്ടു. കീഴ്പൊട്ടു തന്നെ ധരണിയിൽ പതിക്കുന്ന നേരം ചന്ദ്രക്കല കണ്ടു, കിരീടമ്മൽ പാമ്പ് കണ്ടു, ഗംഗാദേവിയെ ശിരസിങ്കിലേറ്റു. അയ്യോ ഭഗവാൻ തിരുവേഷം പറഞ്ഞു. രാജു പറഞ്ഞു അർജുനൻ. അപ്പോൾ അർജുനൻ ചെയ്ത കാട്ടാളനാണ്, ഇത് മഹാദേവനെ തിന്നില്ല. അപ്പോൾ ഈ ഭഗവാന്റെ വിശ്വരൂപ ദർശനം കാണുമ്പോഴാണ് എൻ്റെ സാക്ഷാൽ മഹാദേവനാണ്. അപ്പോൾ ഈ പാശുപതാസ്ത്രം കൊടുക്കണമല്ലോ അർജുനന്. അപ്പോൾ അതിന് വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മഹാദേവൻ എന്ത് ചെയ്ത് കാട്ടാള വേഷം എടുത്ത്. അപ്പോൾ യുദ്ധം തമ്മിൽ ചെയ്തു പോരുമ്പോഴാണ് ഇത് മഹാദേവനായി. അങ്ങനെ വില്ലാളി വീരനായ അർജുൻ പാശുപതാസ്ത്രം അങ്ങ് ഭഗവാൻ കൊടുത്തു. അപ്പോൾ യുദ്ധം കഴിഞ്ഞുള്ള കർക്കിടക മാസത്തിൽ അപ്പോൾ ഭൂമിയിൽ പിറന്ന മനുഷ്യന്മാരുടെ എല്ലാ ആദിയും വ്യാധിയും തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വേടന് കറുത്ത കുരിശിയും ആടിക്ക് ചുവന്ന കുരിശിയും എന്ന് പറഞ്ഞാൽ ശിവനും ശക്തിയും. ശിവന് ബലം വേണ്ടിക്ക് ശക്തി വേണം. അപ്പോൾ ശിവൻ നിലയ്ക്കിൽ ശക്തിയോട് ഈ ബീജം പോയാൽ എന്തായി സ്വാഭാവികം. അപ്പോൾ ശിവനാണ്, മഹാദേവനാണ് സാക്ഷാൽ. അപ്പോൾ അർജുനന് പയ്യെ തോന്നിയത് എൻ്റെ ആരാണ്, സാക്ഷാൽ കൈലാസനാഥനാണ്. കർക്കിടക മാസത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരുന്നൊരു സമയമാണ് കർക്കിടക മാസത്തിൽ അസുഖങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വേടനെ കെട്ടിയടിക്കുന്നത് എന്നുള്ളൊരു അതാണ് ഐതിഹ്യം. അപ്പോൾ അത് ആ വീട്ടിലെത്തി ആ വീട്ടിലെ എല്ലാവർക്കും ഒരു അസുഖം ഉണ്ടെങ്കിൽ കറുത്തിയും ചോദ്യം കുരിശിലും കൂട്ടി ദൃഷ്ടിദോഷം, കുട്ടികളെ കണ്ണേറ്, വ്യാധി അതെല്ലാം ചൊല്ലുന്നുണ്ട്. എല്ലാം ആദ്യം വ്യാധിയും തീർപ്പാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആ കുരിശിരുത്തി ചെറിയ കുട്ടികളെ ഇങ്ങനെ 3 വട്ടവും കുരിശിൽ ഒഴിച്ചു കഴിഞ്ഞാൽ
ആ ക്ഷീണങ്ങൾ പോവും. പിന്നെ വീട്ടിലെ നെഗറ്റീവ് അങ്ങ് പോവും, ഒരു പോസിറ്റീവ് ഉണ്ടാവും, ഒരു ഇമ്പ്രൂവ് ആവും. അതാണ് എല്ലാവർക്കും വേണ്ടി വേർഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ പറയുമ്പോൾ പിന്നെ ഈ വേർഡിന് വെക്കേണ്ട എല്ലാ സാധനം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആദിശിവം പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അർജുനൻ. ആദിശിവം പാർത്ഥൻ തപം കാണാൻ എഴുതുമ്പോൾ വേഷം പകർന്നു വേടരൂപമായി ചമഞ്ഞു. ആര്? മഹാദേവൻ വേടനായി കാട്ടാള വേഷത്തിലാണ്. ഈ യുദ്ധത്തിലാണ് തമ്മിൽ തോന്നിയത് ഇത് മഹാദേവനാണ്. അപ്പോൾ ചൊവ്വ ബുധനാഴ്ച കിഴക്കുന്ന വിളക്കുന്നതിന് കൊട്ടും പുറമെല്ലാം അടിക്കുകയും നിൽക്കുകയും. അപ്പോൾ വേടൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ഇപ്പുറത്തൊന്നും ചെണ്ട കൊട്ടല്ലോ. അപ്പോൾ എല്ലാം അടിച്ച് വെടിച്ച് ശുദ്ധി വരുത്തി ഇതെല്ലാം. ഒരു ചാണകം മെഴുകിയാൽ തന്നെ നെഗറ്റീവ് അങ്ങ് പോകും. രോഗാണുക്കൾ നശിപ്പിക്കേണ്ട കഴിവുണ്ട് ഈ ചാണകം. അപ്പോൾ പൃഥ്വി തത്വമാണ് ഈ ചാണകം, ഭൂമി തത്വമാണ്. അപ്പോൾ അങ്ങനെ ഇല്ല, നെഗറ്റീവെല്ലാം അങ്ങ് പോയി. ആ ചെറിയ കുട്ടികൾക്കൊരു സന്തോഷമായി. അങ്ങനെ നാട്ടുകാർ നമുക്ക് വേണ്ട പിന്നെ ഓരോ സാധനം നമ്മൾ ചൊല്ലും. ചൊവ്വ ബുധനാഴ്ച കിഴക്കങ്ങ് വെളുക്കുന്നേരം കൊട്ടും പുറമെല്ലാം അടിക്കുകയും തിളക്കുകയുമായി ബാലാചരണത്തിന് കുളിപ്പിച്ചിട്ട് അരിഞ്ഞൊരിക്കുക, നന്ദാരവൾക്ക് നെയ്യ് പോലും തിരികെടുക്കുക. ഒന്നും കുറിയാതെ നിറനാഴി രണ്ട് വെക്കുക, മൂട്ടിൽ മുമ്പ് നന്നായി നെല്ലിടുക, വീക്കം കഴിവാനായി വെള്ളരിക്ക, മാരി പോവാനായി മഞ്ഞൾ, ശൂല കഴിവാനായി ഉപ്പ് പറയുന്നുണ്ട്, ഉപ്പ് കടുക്. ഇതെല്ലാം നമ്മൾ ഈ സ്തുതിയിൽ ചൊല്ലുന്നുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളെ ഇതെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ ഓം കർക്കടൻ സംക്രാന്തിയായിട്ട് കാലൊക്കെ വേണം, പുള്ളി വേണം, പൂ വേണം എന്ന് ചേഷ്ട പോകുന്ന മതി. എന്താ പറഞ്ഞാൽ കരിക്കട്ട് പറഞ്ഞാൽ ചേഷ്ട, മഹാലക്ഷ്മിയെല്ലാം നമുക്ക് വേണ്ട. അപ്പോൾ ആ നെഗറ്റീവ് അങ്ങ് പോകാം. അതും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ജനങ്ങളോട് ഇതെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേർഡിന് വെച്ച് ആ മുറിച്ച ഇങ്ങ് തരും, കുരിശി അങ്ങ് ഒഴിയും. പിന്നെ വേർഡിന് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കും. അപ്പം ജ്ഞാനോപദേശം ദക്ഷിണ ഒരു ചന്താണ് വലുതാൻ ഭാഗമല്ല. അപ്പോൾ നമ്മളൊരു തെയ്യം കെട്ടുമ്പോൾ ആദ്യത്തെ ഒരു ബാലപാടായത്. അപ്പോൾ ഈ ചെറിയ കുട്ടിക്ക് ചെറുപ്പത്തിൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ ഒരു നൃത്തം, നടനം, ലാസ്യം ഇതെല്ലാം വേണം. ആ മുഖഭാവം ആ കുട്ടി അറിയാതെ വരുന്നത് യൂണിവേഴ്സൽ കണക്റ്റിങ്ങാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഇതെല്ലാം ഈ കുട്ടിക്ക് ആ ചെറുപ്പത്തിന് താളബോധം. ഈ കുട്ടി വലുതായി നോക്കുമ്പോൾ വലിയൊരു തെയ്യം, ഒരു കോലധാരിയായി മാറും. അപ്പോൾ ഒരു 16 വയസ്സിൽ തെയ്യം കെട്ടുമ്പോൾ ഓൻ്റെ പിന്നെ കാലും കലാശാലം നല്ല വൃത്തിയാകും എന്ന് ഇപ്പം പറയുമ്പോൾ ആ ഒരു താളബോധം ടച്ചിങ്. അപ്പോൾ അങ്ങനെ വയ്യ തെയ്യം കെട്ടി കഴിഞ്ഞാൽ പട്ടുമടലും കൊടുത്തു പിന്നെ ആചാരപ്പേരായി അങ്ങനെ. അപ്പോൾ അങ്ങനെ എന്നെ മുച്ചോട്ടാകുന്നതാണ് വിഷ്ണുമൂർത്തി കെട്ടിയിട്ട് പണിക്കറാക്കി. അവർ പണിക്കറാക്കി നമ്മുടെ നാട്ടിലെ എല്ലാ കർമാദികൾ ചെയ്യണമല്ലോ. അതിന് ദക്ഷിണ നോക്കിയിട്ടല്ല. ഇന്നത്തെ കാലഘട്ടം നമ്മൾ ഈ മെനക്കേടില്ല. പക്ഷേ മെനക്കേടല്ല, എൻ്റെ ആ ആചാരം കൊണ്ടു കിടക്കുക നമ്മൾ ഇല്ലുവരെ. അതാണ്. അങ്ങനെ ജനങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളുണ്ട് നമുക്ക്. കുട്ടിയുടെ പേരെന്തായിരുന്നു? നിയ മോള് എൻ്റെ മകളുടെ മകളാണ്. അപ്പോൾ കല്യാട് സ്കൂളിൽ LKG പഠിക്കുന്നു. പിന്നെ 4 വയസ്സ്. അമ്മയുടെ പേര് അനശ്വര, അപ്പൻ്റെ പേര് നിഖിൽ. വളരെ സന്തോഷമാണ് കുട്ടി വരാനും ഇങ്ങനൊരു നമുക്കൊരു അവസരം കിട്ടിയത്. എൻ്റെ പേര് വിനോദ് പണിക്കർ കല്യാട്, അച്ഛൻ്റെ പേര് രവി പണിക്കർ. പിന്നെ ഇതിന് മുഖത്ത് എഴുതിയത് നിയാമോളുടെ മാമന്മാരാണ്, അർജുനനും അദ്വൈതും. ഉണ്ട്. മകൻ രണ്ടുപേരും 2 ആൺമക്കളും ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇവൻ കോലധാരി തെയ്യം കെട്ടുന്നുണ്ട്. ഇപ്പം മുച്ചോട്ടാവലും വിഷ്ണുമൂർത്തി, ഗുളികൻ എല്ലാ തെയ്യങ്ങളും അങ്ങനെ അഭ്യസിക്കുന്നുണ്ട്. അങ്ങനെ വാരി കലാകാരനുമാണ്. അങ്ങനെ നമുക്കറിയുന്ന ആ വിദ്യ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഇവരെ മക്കൾക്ക് ഇവർ പറഞ്ഞു കൊടുക്കട്ടെ. ചെറിയ പ്രായത്തിൽ വേടനൊക്കെ കെട്ടാറുണ്ടായിരുന്നു. വേടം കെട്ടാറുണ്ട്. വേടം കെട്ടിയിട്ടാണ് തെയ്യത്തിലേക്ക് വന്നത്. നമ്മളെല്ലാരും അതെ എന്റെ ചെറുപ്പവും വേടനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കല്യാട്ട് ഈ വേടൻ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് വിനോദ് പണിക്കർ തന്നെയാണ്. അതിലൊന്നും ഒരു മാറ്റമില്ല. അങ്ങനെ ആളെ അറിഞ്ഞിട്ടാണ് വിനോദേട്ടനായിട്ട് വന്നിട്ടുള്ളതും ഈ വേടനെ കുറിച്ച് കൂടുതൽ കാര്യം അറിയാന്ന് വിചാരിച്ചിട്ടുള്ളത്. സന്തോഷം. നാടൻ കലകളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് ഓരോ തലമുറയുടെയും ഉത്തരവാദിത്തമാണ്. കല്യാട് പ്രദേശത്ത് കർക്കിടക മാസത്തിലെ വേടൻ എന്ന പാരമ്പര്യം
വീണ്ടും ജനങ്ങളിലെത്തിക്കാൻ നേതൃത്വം നൽകിയ വിനോദ പണിക്കരുടെ ഈ ശ്രമം നിരവധി പേരുടെ അഭിനന്ദനം അർഹിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ഗ്രാമീണ സംസ്കാരത്തിന് പുതുജീവൻ നൽകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ഇടങ്ങളിൽ മാതൃകയാവട്ടെ. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജനറ്റ്.